കോഴിക്കോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടു. മഞ്ചേരിയിൽ നിന്ന് വന്ന 6 അംഗ സംഘത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിയാണ് ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. മിഥില ബാലൻ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, ഇവിടെ ഈ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവർ കുടുങ്ങുന്നത് പതിവാണല്ലോ. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ മിഥില? ഉന്മേഷം 12:30-ക്കാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. പതങ്കയം വെള്ളച്ചാട്ടത്തിലാണ് ഈ +1 വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടിട്ടുള്ളത്. ഇരുവഴിഞ്ഞിപ്പുഴയാണ്. ഈ സമയം എന്നത് അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഒരു സമയമാണ്. മാത്രമല്ല, പതങ്കയം വെള്ളച്ചാട്ടവും അതിൻ്റെ സമീപ പ്രദേശവുമെല്ലാം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒഴുക്കുണ്ട്, പാറക്കെട്ടുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം അതീവ ദുർഘടമാണ്. നിലവിലിപ്പോൾ മുക്കം ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടങ്ങളിൽ പരിശോധന നടക്കുന്നത്. ഒപ്പം തന്നെ കോടഞ്ചേരി പോലീസും സ്ഥലത്തുണ്ട്. സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ആ വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ അവിടെ നടത്തുന്നുണ്ട്. മുക്കം ഫയർഫോഴ്സുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ അത്യാവശ്യം നല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല ഒഴുക്കുണ്ട്, പാറക്കെട്ടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. അതാണ് ഇവർക്ക് തിരച്ചിലിനായുള്ള ഒരു വെല്ലുവിളി എന്നത്. +1 വിദ്യാർത്ഥിയാണ്. 6 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഈ ഒരു പതങ്കയത്ത് വെള്ളച്ചാട്ടം കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥിയാണ് ഒഴുക്കിൽപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ആ വിദ്യാർത്ഥിയുടെ വിവരം ലഭിക്കുന്നത് ഇങ്ങനെയാണ്. അലൻ അഷ്റഫ് MMHSS തുറക്കൽ മഞ്ചേരി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ഇപ്പോൾ ആ ഒരു മേഖലയിൽ പരിശോധന തുടരുകയാണ്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പതങ്കയം എന്ന സ്ഥലത്ത് അടിക്കടി ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. അവർ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഉന്മേഷ്, ശരി. മിഥില ബാലനാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.